നിങ്ങൾക്ക് വിശക്കാറില്ലേ? നല്ല ചോദ്യമല്ലേ. വിശപ്പില്ലാത്ത മനുഷ്യരുണ്ടോ? എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കാം. ആ വിശപ്പിനെ നിങ്ങളെങ്ങനെ തിരിച്ചറിയാറ്? അത് വിശക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള രീതിയായിരിക്കും. എന്നാൽ ഇതൊരു ഹാബിറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫീഡ്ബാക്സ് ലൂപ്സ് ഉണ്ട്. അതിലൂടെ നമ്മുടെ ബ്രെയിനാണ് നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ആ ഒരു വിശപ്പിനെ നമ്മളിൽ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അല്ലാതെ നമുക്കിപ്പോൾ വിശപ്പായി എന്നറിയാനായിട്ട് ഒരു ഭക്ഷണം കാണണമെന്നൊന്നുമില്ലല്ലോ. സോ ഇത് അൺകോൺഷ്യസ്ലി നടക്കുന്നൊരു ഹാബിറ്റാണ്. ഇതുപോലെ പല ഹാബിറ്റ്സും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ അല്ലെങ്കിൽ നമ്മൾ അവെയർ ആവാതെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഏതൊരു ഹാബിറ്റ് എടുത്താലും അത് തുടങ്ങുന്നത് ക്യൂയിലൂടെയാണെന്ന്. അതായത് ഈ ഒരു ക്യൂയിലൂടെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഏതൊരു ഹാബിറ്റ്സും കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. അതായത് എന്ത് ക്യൂ അല്ലെങ്കിൽ ഏതാണ് ആ ഹാബിറ്റിൻ്റെ ക്യൂ എന്നൊന്നും നമ്മൾ ഒരുപക്ഷെ ബോധേഡ് ആയിരിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് ആ വഴിക്ക് നടന്നു പോയിക്കോളും. ഈ ഹാബിറ്റിൻ്റെ ഒരു ഗുണം തന്നെ ഇതാണ്. അതായത് അത് വൺസ് നമ്മുടെ ബ്രെയിനിൽ ഫീഡായി കഴിഞ്ഞാൽ അത് അൺകോൺഷ്യസ്ലി അങ്ങ് പോയിക്കോളും. നമ്മൾ അതിനെപ്പറ്റി ബോധേഡാവേണ്ട കാര്യമില്ല. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നീട് അത് അൺകോൺഷ്യസ്ലി നടന്നു പോകുന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ അൺകോൺഷ്യസ്ലി നടന്ന് നമ്മൾ ക്രമേണ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറും. ഓട്ടോ പൈലറ്റ് മോഡ് നല്ല രസമുണ്ടല്ലേ? ഈ കപ്പലിലും വിമാനത്തിലും ഒക്കെ കേട്ട് പരിചയമുണ്ടോ? അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അങ്ങ് പൊക്കോളും. എന്നാൽ കപ്പലിലും വിമാനത്തിലും മാത്രമല്ല, നമ്മൾ മനുഷ്യരിലും ഉണ്ട് ഓട്ടോ പൈലറ്റ് മോഡ്. അതിപ്പോൾ നമ്മളിൽ ഇപ്പോൾ എവിടെ ഓട്ടോ പൈലറ്റ് മോഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് മനസ്സിലാവാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെന്ന് പറയുന്നത് മീശമാധവൻ സിനിമയിൽ പട്ടാളം പുരുഷു എന്നുള്ള പറഞ്ഞ ക്യാരക്ടർ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ ഒപ്പിക്കുന്ന ഒരു കോമഡിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു വെടിവെച്ച കേൾക്കുമ്പോൾ താൻ യുദ്ധഭൂമിയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. സംഭവം കോമഡിയാണ്. നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ടാവും. അപ്പം കോമഡി അവിടെ നിൽക്കട്ടെ, നമുക്കിനി കുറച്ച് സീരിയസ് ആവാം. അതായത് ഇവിടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതായത് ആ ഒരു ഹാബിറ്റ്, ഇപ്പോൾ ഒരു വെടിവെച്ച് കേട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ, അത് അദ്ദേഹം അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് യുദ്ധഭൂമിയാണോ അമ്പലമാണോ എന്നുള്ള ചിന്തിക്കാനുള്ളൊരു ബോധം ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടറിനില്ല. അതാണ് അവിടെ ഒരു കോമഡി ആയിട്ട് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. സോ പുരുഷു പൊക്കോട്ടെ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഇതേപോലെ എത്ര തവണ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകാറുണ്ട് ഒരു ദിവസം? ഒരു പക്ഷേ അടുക്കളയിൽ സംഭവിക്കാറില്ലേ? അല്ലെങ്കിൽ ഓഫീസിലോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധമില്ലാത്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാബിറ്റിൻ്റെ കാരണമായിട്ടുള്ള ക്യൂ ഉണ്ടല്ലോ, ആ ഒരു ക്യൂ അവിടെ ഇൻവിസിബിളാണ്. ഇപ്പം നമ്മൾ പോക്കറ്റിലുള്ളൊരു ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഉടനെ എടുത്ത് റീഡ് ചെയ്യൂലേ? ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എടുത്ത് വായിക്കണം, അതാണുള്ള ശീലം. ഇതൊരു പ്രശ്നമാണ്. ഇതിനെയാണ് നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. നമ്മളെല്ലാവരും പുതിയ കുറച്ച് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുമല്ലേ? പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഓൾറെഡി ഉള്ള ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ടാത്ത കുറച്ച് ശീലങ്ങളുണ്ടാവും. അതിനെല്ലാം പിഴുതുകളാണ്. സംഭവം കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിൽ മിക്കതും നോൺ കോൺഷ്യസും അതുപോലെ തന്നെ ഓട്ടോ പൈലറ്റ് മോഡിലുള്ളതായിരിക്കും. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാൾ ജങ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ നോൺ കോൺഷ്യസ് ആയിട്ടുള്ളതിനെ കോൺഷ്യസ് ആക്കാത്തിടത്തോളം കാലം അത് നമ്മുടെ ലൈഫിനെ നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളത് നിങ്ങളുടെ വിധിയാണെന്നും പറഞ്ഞ് പഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെ സിറ്റുവേഷൻസിനെ കോൺഷ്യസ്ലി ഡീൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മെത്തേഡ് പരിശോധിക്കാൻ പോവുകയാണ്. അതിനെ പറയുന്നത് പോയിൻറ്റിങ് ആൻഡ് കോളിംഗ് മെത്തേഡ് എന്നാണ്. അതായത് ഇത് റെയിൽവേയിലൊക്കെ ലോക്കോ പൈലറ്റ്സ് ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു സ്റ്റേഷൻ എത്താറാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്പീഡ് റെസ്ട്രിക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അവരതിന് നേരെ പോയിൻ്റ് ചെയ്യും. എന്നിട്ട് അത് ഉറക്കെ വിളിച്ച് പറയും. ഇതിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു മൊമെൻറ്റിൽ അവെയർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവെയർ ആവുന്നതിലൂടെ ഒരു മിസ്റ്റേക്കിനുള്ളൊരു ചാൻസ് അവിടെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരതിനെ റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവരെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഒരു സിഗ്നൽ മുമ്പിൽ വരുന്നു, അവരതിനെ പോയിൻ്റ് ചെയ്യുന്നു, വിളിച്ചു പറയുന്നു. സോ ഇവരവിടെ അവരുടെ മൗത്ത് യൂസ് ചെയ്യുന്നുണ്ട്, കണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, കൈ യൂസ് ചെയ്യുന്നുണ്ട്, ചെവി യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം സെൻസ് ഓർഗൻസിനെ അവരവിടെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഇതിലൂടെ അവർ ആ ഒരു മൊമെൻറ്റിൽ അവെയർ ആവുകയാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ലോക്കോ പൈലറ്റ്സിന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൊക്കോട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കില്ലേ? എങ്ങനെയാണ് പഠിക്കുന്നത്? ഒരു ബുക്ക് എടുക്കുന്നു, ഉറക്കെ വായിക്കുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കേൾക്കുക ചെയ്യുന്നത്. സോ നമ്മുടെ സെൻസ് ഓർഗൻസ് അവിടെ മാക്സിമം ഇൻവോൾവ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിലേക്ക് ഈസി ആയിട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് പല മൊമെൻറ്റിലും അവെയർ ആയിട്ടിരിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുക, എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവില്ലേ? പലപ്പോഴും മറക്കാറുണ്ട്. ഒരു എക്സാം ആണെന്ന് വിചാരിക്കുക, എത്ര തവണ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഹോൾ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, എത്ര തവണ പേനയുണ്ടോ ID കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒരു ടെൻഷനാണല്ലേ? നമ്മളൊരു ചെക്ക് ലിസ്റ്റ് എഴുതി വെട്ടിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെക്ക് ലിസ്റ്റ് എഴുതാൻ മടിയാണെന്ന് വിചാരിക്കുക, വേറൊരു വഴിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളോട് തന്നെ കുറച്ച് ഉറക്കെ പറഞ്ഞാൽ മതി. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും, ഞാൻ ഇത് എടുത്തു വെച്ചോ എന്നുള്ള കാര്യം. അപ്പോൾ ആ എടുത്ത് വെച്ചത് ഒരു പക്ഷേ നിങ്ങൾ മറന്നിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞില്ലേ, ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് അവിടെ അവെയർ ആവാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഓഫീസിലോ അല്ലെങ്കിൽ എക്സാമിനോ ഒക്കെ ചെന്നിട്ട് നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ട് നിന്ന പോലെ നിൽക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് അവെയർനെസ് കിട്ടി. ഇനി എന്താ വേണ്ടത്? നമ്മൾ കാലങ്ങളായിട്ട് പിന്തുടർന്ന് പോരുന്ന കുറച്ച് ശീലങ്ങളുണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പേപ്പർ എടുത്തിട്ട് നമ്മളൊരു ദിവസം ഫോളോ ചെയ്യുന്ന ശീലങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുറിക്കുക. ഞാനൊരു ഉദാഹരണം ഇവിടെ കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങളൊരു ദിവസം ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഗുഡാണെന്ന് തോന്നുന്നതിന് നേരെ പോസിറ്റീവ് സൈൻ കൊടുക്കുക, ബാഡാണെന്ന് തോന്നുന്നതിൻ്റെ നേരെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇനി ന്യൂട്രൽ ആണെന്നാണ് തോന്നുന്നതെങ്കിൽ ഒരു = സൈനും കൊടുക്കുക. അങ്ങനെ നമുക്കൊരു കാർഡ് റെഡിയാക്കി എടുക്കാം. ഈ ഗുഡ് ബാഡ് എന്നൊക്കെ പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, എനിക്ക് രാവിലെ കുറച്ച് പീനട്ട് ബട്ടർ കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് ഹാബിറ്റാണ്. എന്നാൽ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആവട്ടെ, അതൊരു ഗുഡ് ഹാബിറ്റായിട്ടും വരും. അപ്പോൾ ഇത് നമുക്കൊരു ഹാബിറ്റിനെ ഒരിക്കലും ഗുഡ് ബാഡ് എന്നും പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ബാഡ് ഹാബിറ്റും ചില സിറ്റുവേഷൻസിൽ നമ്മളെ സെർവ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇതിനെ എഫക്റ്റീവ് എന്നും ഇൻഎഫക്റ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹാബിറ്റാണ് അതെങ്കിൽ അതിന് നിങ്ങൾക്ക് എഫക്റ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് ഇൻഎഫക്റ്റീവ് എന്നും പറയാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഹാബിറ്റ് സ്കോർ കാർഡ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾ ഓരോ മൊമെൻറ്റിലും അവെയർ ആവാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളൊരു ജങ്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുക, അത് നിങ്ങളുടെ ഗോളിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങളവിടെ അവെയർ ആവുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയാം, ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ഇതെൻ്റെ ഗോളിൽ എഗെയിൻസ്റ്റ് ആണ്, എനിക്കിത് അൺഹെൽത്തി ആണ്, എനിക്കിത് ആവശ്യമില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ തന്നെ ആ ഒരു ക്രേവിങ്സിൽ നിന്ന് നിങ്ങളെ പിൻവലിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറി മാനുവൽ മോഡിൽ നമ്മുടെ വണ്ടി ഓടിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്ര സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് നന്ദി. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.